പവിത്രത്തിലെ ഒരു അടിപൊളി സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ വേദയും വിക്രം ഇരിക്കുന്ന സ്ഥലം ചന്ദ്രശേഖരനും ശ്രീകാന്തും കൂടെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അനിയൻകുട്ടനെ കൊല്ലാനുള്ള പ്ലാനുമായിട്ടാണ് രണ്ടുപേരും കൂടെ വരുന്നത്. അങ്ങനെ അവിടെ വന്ന് വിക്രമായിട്ട് കുറേ അടിയിടിയൊക്കെ നടക്കുന്നുണ്ട്. വിക്രം അവസാനം കത്തി കൊണ്ട് ചന്ദ്രശേഖരൻ്റെ കഴുത്തെ കൊല്ലുമെന്നുള്ള ഭീഷണി മുഴക്കി അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട്. ആദ്യം വേദയും അനിയൻകുട്ടനും കൂടെ ഓടുകയാണ്. അപ്പം അവരുടെ അടുത്ത് വിക്രം പറയുന്നുണ്ട്, ഓടിക്കോ വേദേ, അനിയൻകുട്ടനെയും കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടോളം പറയാണ്. ആ സമയം കൊണ്ട് വിക്രം എല്ലാവരെയും അടിച്ചൊതുക്കുവാണ്. കുറേ ഗുണ്ടകളൊക്കെ ആയിട്ടാണ് ചന്ദ്രശേഖരൻ വന്നേക്കുന്നത്. അങ്ങനെ അവരെല്ലാം അടിച്ചൊതുക്കി അവസാനം വിക്രം അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ അവർ ഓടി ഒരു പഴയ വീട്ടിൽ ചെന്ന് ഒളിച്ചിരിക്കുകയാണ് രാത്രി മൊത്തവും. ഇതിൻ്റെ ഇടയ്ക്ക് ശ്രീകാന്തിനും ജോബിക്കൊക്കെ നല്ല രീതിയിൽ ഇടി കിട്ടുന്നുണ്ട് വിക്രത്തിൻ്റെ കയ്യിൽ നിന്ന്. അങ്ങനെ വിക്രവും വേദയും എല്ലാവരും അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയാണ്, അങ്ങനെ അവരെ വെറുതെ വിടാൻ പറ്റത്തില്ല. ആ അനിയൻകുട്ടൻ എന്ന് പറയുന്നവന് നല്ല ബോധമുണ്ട്. അവൻ നമ്മളെ കണ്ടോടനെ വിക്രം എന്ന് വിളിച്ച്, അതുകൊണ്ട് അവന് നല്ല ബോധമുണ്ട്. ഇത്ര നാൾ അവൻ നമ്മുടെ മുന്നിൽ അഭിനയിച്ചതാണ്. അവനെ ഇന്ന് തന്നെ കിട്ടിയിടണം. നേരം വെളുക്കുന്നതിന് മുമ്പേ അവരെ കിട്ടിയിരിക്കണം. അവനെ ഇനി ജീവനോടെ വെച്ചേക്കാൻ പറ്റത്തില്ല എന്ന് ശ്രീകാന്ത് അടുത്ത് പറയാണ്. നിങ്ങളൊക്കെ എന്ത് നോക്കാൻ നിൽക്കുക? നിങ്ങളൊക്കെ അവൻ ഇത്രയും കാണിച്ചിട്ട് പോയപ്പോൾ എന്ത് നോക്കി നിൽക്കുകയാണെന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയാണ്, നിങ്ങൾ ഇന്ന് രാത്രി തന്നെ എല്ലായിടത്തും തിരഞ്ഞ് അവരെ കണ്ടെത്തണം എന്ന് പറയാണ്. എന്നിട്ട് കണ്ടെത്തിയതിന് ശേഷം മൂന്നിനെയും പിടിച്ചു കെട്ടി മലമുകളിലേക്ക് കൊണ്ടുവരാൻ പറയാണ്. ബാക്കി കാര്യം അവിടെ വെച്ച് എന്താണെന്ന് തീരുമാനിക്കാമെന്ന് ചന്ദ്രശേഖരൻ അവരുടെ അടുത്ത് പറയാണ്. അങ്ങനെ ഗുണ്ടകളെല്ലാം കൂടെ അവിടെ മൊത്തവും തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്കെല്ലാം അന്വേഷിക്കാൻ ഇറങ്ങുവാണ്. അപ്പം ശ്രീകാന്തിൻ്റെ അടുത്ത് ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അവന് നല്ല ബോധമുണ്ട്. അവൻ ഈ മലയിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അതോടെ നമ്മുടെ കഷ്ടകാലം തുടങ്ങും. കാരണം അവൻ കോടതിയിൽ ചെന്ന് സത്യമെല്ലാം വിളിച്ചു പറഞ്ഞാൽ പിന്നെ എൻ്റെയും നിൻ്റെയും കാര്യം ജയിലിനുള്ളിലായിരിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ അവനെ കണ്ടെത്തണം എന്ന് പറയാണ്. ദൂരോട്ടെങ്ങും പോകാൻ വഴിയില്ല എന്ന് പറയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, ഇന്ന് തന്നെ രാത്രി കണ്ടെത്തു വച്ചാൽ ഒരു സംശയം വേണ്ട. അങ്ങനെ അവരെല്ലാവരും കൂടെ രാത്രി തന്നെ വിക്രത്തിനെയും വേദയും അതേപോലെ അനിയൻകുട്ടനെയും അന്വേഷിച്ചിറങ്ങുവാണ്. വേദയും വിക്രവും കൂടെ ഒരു ഒഴിഞ്ഞ വീട്ടിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. അപ്പം വേദ വിക്രത്തിനടുത്ത് പറയുന്നുണ്ട്, നമ്മളെ അവർ കണ്ടെത്തി കഴിഞ്ഞാൽ കൊന്നു കളയല്ലോ വിക്രം എന്ന് പറയാണ്. വിക്രം പറയാണ്, അങ്ങനെ പെട്ടെന്നൊന്നും അവർ നമ്മളെ കൊല്ലാൻ നോക്കത്തില്ല, അതിന് ഞാൻ സമ്മതിക്കത്തുമില്ല എന്ന് പറയാണ്. അപ്പോൾ അനിയൻകുട്ടൻ പേടിച്ചു പറയാണ്, അവർ കൊല്ലും, നമ്മളെല്ലാവരെയും കൊല്ലും എന്ന് പറയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അനിയൻകുട്ടൻ വിഷമിക്കേണ്ട, ഞങ്ങളില്ലേ കൂടെ, പിന്നെ എന്തിനാ പേടിക്കുന്നത് എന്ന് പറയാണ്. അപ്പം വേദ പറയാണ്, അത്ര പെട്ടെന്ന് എന്നെ കൊല്ലത്തില്ല, എൻ്റെ സ്വത്തിലാണ് അവരുടെ കണ്ണ്, ആ സ്വത്ത് മൊത്തവും അവർ എന്നെ കൊണ്ട് എഴുതി വാങ്ങിപ്പിച്ചിട്ട് അവരെന്നെ കൊല്ലത്തോളെന്ന് വേദ പറയാണ്. അപ്പോൾ വിക്രം ഇങ്ങനെ വിഷമത്തോടെ വേദയെ നോക്കുകയാണ്. അപ്പം വേദ പറയാണ്, സ്വന്തം ചോരയാണെങ്കിലും ഇത്രയും വലിയ ക്രൂരത ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വിക്രം, എന്ത് ചെയ്യാനാ, ഞാൻ കാരണം വിക്രത്തിൻ്റെ കുടുംബത്തിനും അനിയൻകുട്ടനും എല്ലാം പ്രശ്നത്തിലായല്ലോ എന്ന് പറയാണ്. അപ്പോൾ വിക്രം പറയാണ്, ഈ സമയത്ത് അതാണോ പറയേണ്ടത് വേദേ? എങ്ങനെങ്കിലും നേരം വെളുത്ത് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം, അതാണ് വേണ്ടുന്നത്. അത്രയും സമയം നമ്മൾ പിടിച്ചു നിൽക്കണമെന്ന് പറയാണ്. അങ്ങനെ അവരവിടെ തന്നെ ഒളിച്ചിരിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ ഗുണ്ടകളും ചന്ദ്രശേഖരനും ശ്രീകാന്തും എല്ലാം സർവ്വസ്ഥലത്തും അന്വേഷിക്കുകയാണ്. നേരം വിളിക്കുമ്പോഴത്തേക്ക് വിക്രവും വേദയും കൂടെ ഒളിച്ചിരിക്കുന്ന സ്ഥലം അവർ കണ്ടെത്തുകയാണ്. അപ്പം പണ്ടത്തെ വിട്ട് ചെന്ന് കഴിഞ്ഞാൽ വിക്രം അറ്റാക്ക് ചെയ്യുമെന്ന് നന്നായിട്ട് ചന്ദ്രശേഖരനും ശ്രീകാന്തിനും അറിയാം. അതുകൊണ്ട് അവർ ഈ പ്രാവശ്യം തോക്കൊക്കെ ആയിട്ടാണ് ചെല്ലുന്നത്. അങ്ങനെ ഗുണ്ടകളെല്ലാം കൂടെ ആ വീട്ടിലേക്ക് കയറി ചെന്ന് വേദയും അനിയൻകുട്ടനെയും പിടിക്കുന്നുണ്ട്. ഈ സമയത്ത് ഇപ്പുറത്തെ ഡോറ് വഴി കുറേ ഗുണ്ടകൾ ചെന്ന് വിക്രത്തെയും പിടിക്കുന്നുണ്ട്. വിക്രം അവിടെ ഇടിച്ച് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്രശേഖരൻ തോക്ക് നെറ്റിയിലേക്ക് ചൂണ്ടുന്നുണ്ട്, വിക്രത്തിൻ്റെ നെറ്റിയിലേക്ക്. അപ്പോഴത്തേക്ക് വിക്രത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ തോക്ക് ചൂണ്ടി കൈ രണ്ടും ഇടുന്നുണ്ട് വിക്രത്തിൻ്റെ. അതേപോലെ വേദയും അനിയൻകുട്ടനെയും പിടിച്ചുകൊണ്ട് പോവുകയാണ്. വിക്രത്തിന് നിസ്സഹായനായി നിൽക്കാനേ പറ്റുള്ളൂ. അങ്ങനെ അവരെ മൂന്നുപേരെയും കൈയും കെട്ടി നേരെ മലമുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ സമയത്ത് ശ്രീകാന്തിന് വേദയെ നോക്കി ഒരു കൊലച്ചിരിയാണ് ചിരിക്കുന്നത്. സ്വന്തം സഹോദരിയോട് ഇത്രയും ക്രൂരത കാണിക്കുന്ന ശ്രീകാന്തിന് ഒരു കുറ്റബോധം പോലും തോന്നുന്നില്ല. അങ്ങനെ മലമുകളിലേക്ക് അവരെ മൂന്നുപേരും കൊണ്ടുവരികയാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ ഗുണ്ടകടുത്ത് പറയുന്നുണ്ട്, മൂന്നിനെയും ആ മരത്തെ പിടിച്ച് കെട്ടാൻ പറയുകയാണ്. അങ്ങനെ മൂന്നുപേരെയും മരത്തെ പിടിച്ച് കെട്ടിയിട്ട് ശ്രീകാന്ത് വേദയെടുത്തൊന്ന് ചോദിക്കുകയാണ്, നീ വിചാരിച്ചോ ഇവനെയും കൊണ്ട് രക്ഷപ്പെട്ട് എവിടെ പോയി ഒളിച്ചാലും കണ്ടുപിടിക്കത്തില്ലെന്ന്? ഞാൻ അത്ര മണ്ടനാന്ന് വിചാരിച്ചോ? നിൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. നീ ഇത്രയും കാലം എന്തോ ഭാഗ്യത്തിനാണ് എൻ്റെ കൺമുന്നിൽ നിന്ന് മറഞ്ഞു നിന്നത്. അന്ന് നീ വീട്ടിൽ നിന്ന് എന്നെ വെല്ലുവിളിച്ചിട്ടാണല്ലോ ഇറങ്ങിപ്പോയത്. എന്നെ പൊട്ടനാക്കി കുറേ കാലം ഇവനെയും കൊണ്ട് നീ വീട്ടിൽ താമസിച്ച്, അതിനുശേഷം എന്നെ മുന്നിൽ കൂടെ നീ ഇവനെയും കൊണ്ട് പോയി. നീ അങ്ങനെ രക്ഷപ്പെടാമെന്ന് നീ വിചാരിച്ചോ? അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, തനിക്ക് വേണ്ടുന്നത് സ്വത്തല്ലയോ? അത് ഞാൻ എഴുതി തരുമോ താൻ വിചാരിച്ചോ എന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെയൊക്കെ കാണിച്ചാൽ ഞാൻ അങ്ങനെ തനിക്ക് എഴുതി തരുമോയെന്ന് വിചാരിച്ചോ എന്ന് വേദ ചോദിക്കുകയാണ്. അപ്പം ശ്രീകാന്ത് ഭയങ്കര ചിരിയോടെ പറയാണ്, നീ എഴുതി തരേണ്ട കാര്യമില്ല, നിൻ്റെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിപ്പിക്കാൻ എനിക്ക് നന്നായിട്ടറിയാം. അതിന് നിൻ്റെ സമ്മതം പോലും വേണ്ട എന്ന് ശ്രീകാന്ത് വേദയെടുത്ത് പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് വേദയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്.
അതുപോലെ നീ വിചാരിച്ച് ഈ നിൽക്കുന്ന അനിയൻകുട്ടൻ്റെ അസുഖമൊക്കെ മാറ്റി നേരെ കോടതിക്ക് വന്ന് നിൻ്റെ ഭർത്താവിനെയും രക്ഷിച്ച് എന്നെ അകത്താക്കാമെന്ന്. അതും ഇനി നടക്കത്തില്ലല്ലോ. ഇനി എന്ത് ചെയ്യും നീ എന്ന് ചോദിക്കുകയാണ്. നിൻ്റെ കഷ്ടകാലത്തിന് നീ ഈ ജോബിയായിട്ട് പ്രശ്നം ഉണ്ടാക്കിയത്, അത് കാരണം നീ എവിടെയുണ്ടെന്ന് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞു എന്ന് ശ്രീകാന്ത് വേദയെടുത്ത് പറയുകയാണ്. എന്നിട്ട് നേരെ വിക്രത്തിൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, അന്ന് നീ എൻ്റെ നെഞ്ചത്തൊരു ചവിട്ട് തട്ടി, അങ്ങനെ എൻ്റെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് നീ എന്നെ അവമാനിച്ച് എന്നെ കുറേ ഉപദ്രവിച്ച്, അതിനുള്ള നിനക്ക് വേണ്ടായോ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രീകാന്ത് വിക്രത്തെ അടിക്കുകയാണ്. അപ്പം ചന്ദ്രശേഖരൻ പറയാണ്, എടാ നീ അതിനകത്ത് കയറി കൈ കടത്തേണ്ട കാര്യമില്ല, അതൊക്കെ ഈ പിള്ളേർ നോക്കിക്കോളും എന്ന് പറയാണ്. അപ്പോഴത്തെ ശ്രീകാന്ത് ചിരിച്ചോണ്ടിങ്ങനെ വരികയാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ ഗുണ്ടകടുത്ത് പറയാണ്, അവന് നല്ല രീതിയിൽ ഒന്ന് പെരുമാറിയാൻ പറയാണ്. അങ്ങനെ വിക്രത്തെ കെട്ടിയിട്ട് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുകയാണ് ശ്രീകാന്തും ചന്ദ്രശേഖരനും. വേദയാണെങ്കിൽ ഭയങ്കര കരച്ചിലും അനിയൻകുട്ടനും ഭയങ്കര സങ്കടത്തോടെ കരയുകയാണ്. പക്ഷേ അതൊന്നും കേൾക്കാൻ ആരും തയ്യാറാവുന്നില്ല. നന്നായിട്ട് വിക്രത്തെ അടിക്കുന്നുണ്ട്. ഈ സമയത്താണ് സേതു വരുന്നത്. സേതു ജീപ്പിലേക്ക് അങ്ങോട്ട് വരികയാണ്. അപ്പം സേതു വന്ന് ഇറങ്ങുന്ന കാണുമ്പോഴത്തേക്ക് ചന്ദ്രശേഖരനും അതുപോലെ ശ്രീകാന്ത് ഒന്ന് ഞെട്ടുന്നുണ്ട്. വിക്രത്തെ തല്ലുന്ന കണ്ട് സേതു ആണെങ്കിൽ നേരെ വന്ന് ഗുണ്ടകളുമായിട്ട് ഇടി നടത്തുന്നുണ്ട്. അവസാനം വിക്രത്തെയും വേദയും കെട്ടഴിച്ചു വിടുന്നുണ്ട്. അപ്പോഴത്തേക്ക് വിക്രമാണെങ്കിൽ ബാക്കിയുള്ളവരെയും കൂടെ ഇടിച്ച് ശരിയാക്കുന്നുണ്ട്. അങ്ങനെ സേതുവും വിക്രവും കൂടെ അവിടുത്തെ ഗുണ്ടകളെയെല്ലാം അടിച്ച് ശരിയാക്കാണ്. ഈ സമയത്ത് വേദയാണെങ്കിൽ അനിയൻകുട്ടനെയും കെട്ടഴിച്ചു വിടുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് വേദയെ കുറേ ഗുണ്ടകളാണെങ്കിൽ പിടിച്ചു വെച്ച് ഉപദ്രവിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് വിക്രം വന്ന് അവന്മാരെയൊക്കെ ഇടിച്ചിട്ടിരുന്നുണ്ട്. അപ്പോൾ വേദയാണെങ്കിൽ അവിടെ നിന്ന് ഒരു ഗുണ്ടയ്ക്ക് നല്ലൊരു അടിയും കൊടുക്കുന്നുണ്ട്. ഇപ്പുറത്ത് വിക്രവും സേതുവും കൂടെ ഗുണ്ടകളെല്ലാം ഇടിച്ച് ശരിയാക്കുന്നുണ്ട്. ഇടിയുടെ ഇടയ്ക്ക് വിക്രമാണെങ്കിൽ നേരെ മലഞ്ചെരുവിൻ്റെ സൈഡിലേക്ക് വന്ന് വീഴുന്നുണ്ട്. അവിടെ കാലിൽ ഇങ്ങനെ പിടിച്ചടക്കുകയാണ്. കൈവിട്ടാൽ നേരെ കൊക്കയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ്. ഈ സമയത്ത് അനിയൻകുട്ടനും വേദയൊക്കെ ആകപ്പാടെ ഭയക്കുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ ഇടയ്ക്ക് സേതു വന്ന് പിടിച്ച് കയറ്റുന്നുണ്ട്. അങ്ങനെ നല്ല ഇടിയൊക്കെ നടക്കുകയാണ് അവിടെ. ഇതിൻ്റെ ഇടയ്ക്ക് ശ്രീകാന്തിനും കുറേ അടി കൊള്ളുന്നു. ചന്ദ്രശേഖരനും നല്ല അടി വെച്ച് കൊടുക്കുന്നുണ്ട് സേതുവും വിക്രവും കൂടെ ചേർന്ന്. അവസാനം രക്ഷപ്പെടാനായിട്ട് ചന്ദ്രശേഖരൻ തോക്കെടുത്ത് വെടിവെക്കാൻ ഒരുങ്ങുന്നുണ്ട്. ഈ സമയത്ത് വിക്രം തോക്കിൽ വന്ന് പിടിക്കുന്നുണ്ട്. ശ്രീകാന്തും വന്ന് ഇതിൻ്റെ ഇടയ്ക്ക് പിടിക്കുന്നുണ്ട്. ശ്രീകാന്തും ചന്ദ്രശേഖരനും വിക്രത്തിനെതിരെ വെടിവെക്കാനായിട്ട് ഒരുങ്ങുവാണ്. അതിൻ്റെ ഇടയ്ക്ക് വിക്രത്തിൻ്റെ കയ്യിലേക്ക് ആ തോക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ വിക്രം വെടിവെക്കുകയാണ്. ചന്ദ്രശേഖരന് നേരെയാണ് വെടി കൊള്ളുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് വേദ ബോധം കെട്ട് വീഴുന്നുണ്ട്. അപ്പോഴത്തേക്ക് ചന്ദ്രശേഖരനെ വെടിയും കൊണ്ട് ചന്ദ്രശേഖരൻ വീഴുന്നുണ്ട്. അങ്ങനെ കഥയിൽ അടിപൊളി മുഹൂർത്തങ്ങളാണ്. വേദയാണെങ്കിൽ ഗർഭിണിയാവുകയും വിക്രം ജയിലിലേക്ക് പോവുകയും ചെയ്യുകയാണ്. അതിനുശേഷം വിക്രം ആ കേസുമായിട്ട് മുന്നോട്ട് പോവുകയും കോടതി വിക്രത്തെ റിമാൻഡ് ചെയ്യുകയും ചെയ്ത്. അങ്ങനെ കോടതിയിൽ കമലമ്മയും അതേപോലെ തന്നെ മാഷും വിശ്വനും എല്ലാവരും കാണാൻ വരുന്നുണ്ട്. അപ്പം വിക്രമാണെങ്കിൽ ആരെയും കണ്ട് കൂടുതൽ സംസാരിക്കാൻ നിൽക്കുന്നില്ല. വേദയെ നോക്കിക്കോണം എന്ന് മാത്രം പറയുന്നുണ്ട്. വേദയെ അമ്മയും അച്ഛനും ഞാൻ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്, അവളെ നോക്കിക്കോണം എന്ന് മാത്രം പറഞ്ഞ് വിക്രമാണെങ്കിൽ പോലീസിൻ്റെ കൂടെ പോവുകയാണ്. വേദയാണെങ്കിൽ ദൂരെ മാറി നിന്ന് ഇതൊക്കെ കാണുന്നുണ്ട്. വേദ വിക്രത്തിൻ്റെ മുന്നിലേക്ക് വരുന്നില്ല. വിക്രത്തിൻ്റെ ആ യാത്ര വേദയ്ക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ വേദയെ കാണുമ്പോൾ വിക്രത്തിന് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് വേദ മാറി നിൽക്കുകയാണ്. അങ്ങനെ വിക്രം പോലീസ് പിടിയിലാവുകയാണ്.